ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമുള്ള മാംഗോ ഫ്രൂട്ടി. അപ്പോൾ നമുക്കിതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിക്കാൻ. അപ്പോൾ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് വേഗം അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതാണത്. അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച ആ മാംഗോൻ്റെ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും അങ്ങനെ വേവിക്കരുത് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറും അതുപോലെ രുചിയൊക്കെ പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരരിപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കട്ടിയുള്ള ഫ്രൂട്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അല്ലെങ്കിൽ ലൂസ് പോലെയാണെങ്കിൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു മാംഗോൻ്റെ ടൈഗറിൻ്റെ എസെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. വലിയ നിർബന്ധമില്ല. ഒരു കളറിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചേക്കണത്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നല്ല തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടിയൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അടിപൊളി ഫ്രൂട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ മാംഗോ ഫ്രൂട്ടിയുടെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെച്ച് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.